السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله والصحابة الفائزين برضا الله. أما بعد. സൗണ്ട് ക്ലിയർ അല്ലേ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് പകൽ സമയത്ത് ക്ലാസ് റൂമിലൂടെ കേട്ട സംവാദ വ്യവസ്ഥയുടെ റെക്കോർഡ് ആണ് ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ കേശത്തെ വില കുറച്ച് കാണിക്കുകയും സമൂഹമധ്യേ അതിനെ താറടിക്കുകയും ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടവർക്ക് ശക്തമായ താക്കീതിന്റെ ശൈലിയിൽ വളരെ ചിന്തിപ്പിക്കുകയും നേരത്തെയുള്ള അവരുടെ ആരോപണങ്ങളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമങ്ങളെ ചോദ്യം ചെയ്യുന്ന രീതികളിൽ നിന്നും അവർക്ക് മാറി ചിന്തിക്കാൻ അവസരം കൊടുക്കുന്ന ഒരു സംവാദ വ്യവസ്ഥയാണ് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് മണ്ണാർക്കാട് നടന്നു കഴിഞ്ഞത്. ഇവിടെ വ്യക്തമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ഈ സംവാദം എങ്ങനെ ഉണ്ടായി എന്ന് ചിന്തിക്കുന്ന ചിലർ, അതുണ്ടായ രീതിയെക്കുറിച്ച് ചില ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, സംവാദത്തിൽ എന്ത് നടന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുന്നവർ, അതോടൊപ്പം തന്നെ അതിലും ചില ഊഹാപോഹങ്ങളുടെ പിന്നിൽ കൂടിയവർ, ഇങ്ങനെ പല രീതിയിലാണ് ആളുകൾ ഉള്ളത്. സത്യത്തിൽ ഈ സംവാദം SGBയുടെ ഒരു പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിച്ച ചിലരെങ്കിലും ഉണ്ട് എന്ന് ചില ആളുകളുടെ സംസാരങ്ങളിൽ നിന്നും ചില ടെക്സ്റ്റുകളിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായി അതിന്റെ വസ്തുത പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് SGBയുടെ പരിപാടി അല്ലേ അല്ല. SGB അങ്ങനെ ഒരു പരിപാടി ഉണ്ടാക്കിയിട്ടും ഇല്ല. അതേ സ്ഥാനത്ത് ഈ പരിപാടി മണ്ണാർക്കാടിനടുത്ത കുമരംപുത്തൂര് ബഹുമാനപ്പെട്ട അലി ഉസ്താദിന്റെ നാട്ടിൽ, നമുക്കറിയാം മണ്ണാർക്കാട് ജില്ലാ സംയുക്ത ഖാദിയും അവിടുത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റുമായ ബഹുമാനപ്പെട്ട അലി ഉസ്താദിന്റെ നാട്ടിൽ നേരത്തെ ഉണ്ടായ ചില പരിപാടികളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണ് ഈ സംവാദം. അതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ, ആ സംവാദത്തിൽ സോറി അവിടുത്തെ പാലക്കാട് ജില്ല, ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞ് ഓക്കെ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് പരിസരത്ത്, ഇനി ചിലപ്പോ പറഞ്ഞപ്പോ സെബുക്കുല്ലിസാനായിട്ട് മണ്ണാർക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോ ആരെങ്കിലും ക്ലിപ്പാക്കി കൊണ്ടുപോയിട്ട് കിട്ടും. അങ്ങനെയാണല്ലോ ആർക്കെങ്കിലും ഒന്ന് ജലദോഷം പിടിക്കാൻ കാത്തിക്കുള്ള ചില ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കാന് അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഏതോ ആവട്ടെ, ഞാൻ പറഞ്ഞത് മണ്ണാർക്കാടിന്റെ പരിസരത്ത് കുമരംപുത്തൂരിലാണ് ഈ സംവാദത്തിന് കളമൊരുങ്ങിയത്. അതെങ്ങനെ ഉണ്ടായി? കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവിടെ ബഹുമാനപ്പെട്ട KKM സയ്യിദി ഉസ്താദും അതുപോലെ ഏലംകുളം റഷീദ് സഖാഫി ഉസ്താദും എല്ലാം പങ്കെടുത്ത പരിപാടികൾ ഉണ്ടായിരുന്നു. അതിന്റെ ശേഷവും പരിപാടികൾ ഉണ്ടായിരുന്നു. പല പരിപാടികളും ക്ലാസ് റൂമിൽ നമ്മൾ ലൈവായി കേട്ടതുമാണ്. അവിടെ ചേളാരി വിഭാഗത്തിന്റെ പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ SKSSFന്റെ ശാഖാ കമ്മിറ്റി, പള്ളിക്കുന്ന് യൂണിറ്റ് കമ്മിറ്റി നമ്മുടെ സംഘടനക്ക്, അതായത് അവിടുത്തെ SSF യൂണിറ്റ് കമ്മിറ്റിക്ക് കത്ത് കൊടുക്കുകയായിരുന്നു. ആ കത്തിൽ പറഞ്ഞത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നമ്മൾ ശ്രദ്ധിക്കണേ, സംവാദം ഉണ്ടായതിന്റെ പശ്ചാത്തലമാണ് ഞാൻ പറയുന്നത്. ചില ആളുകൾക്ക് ഇത് അറിയില്ല.
പല തെറ്റിദ്ധരിപ്പിക്കൽ ആ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതിന്റെ വസ്തുത എന്താണെന്ന് പറയുകയാണ്. അപ്പൊ അന്ന് അവിടുന്ന് SSFന്റെ ശാഖ കമ്മിറ്റിക്ക് കൊടുത്ത കത്തിൽ പറഞ്ഞത്, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതല്ലെന്ന് സമർപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംവാദം നടത്തുന്നതിന് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ മറുപടി തരണം എന്ന രീതിയിലാണ് കത്ത് വന്നത്. അങ്ങനെ ആ കത്ത് വന്നപ്പോ നമ്മുടെ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ആ കത്തിന് മറുപടി കൊടുത്തു. കത്തിന് മറുപടി കൊടുത്തപ്പോ ആ കത്തിൽ വ്യക്തമായി എഴുതി, കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം ആദരിക്കപ്പെടേണ്ടതാണെന്നും അതുകൊണ്ട് ബറക്കത്തൊടുക്കാൻ പ്രമാണവിരുദ്ധമല്ല എന്നും ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. മനസ്സിലായോ? അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് കത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അവസാനമാണ് ഇന്ന് സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതാൻ വേദി ഉണ്ടായത്. ഇപ്പോ മനസ്സിലായല്ലോ, ഇത് SGV സംഘടിപ്പിച്ച പരിപാടി അല്ല. ചിലർ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അത് മാറാനാണ് ഞാനിത് ആവർത്തിച്ച് പറയുന്നത്. ഇത് സംഘടനാപരമായി ശാഖ SSFും അവിടുത്തെ SKSSFും തമ്മിലുണ്ടായ കത്തുകളെ തുടർന്ന് ഏറ്റെടുത്ത് നടത്തിയ ഒരു പരിപാടിയാണ്. ഉത്തരവാദിത്തപ്പെട്ട ഉസ്താദുമാരുമായും സംഘടനാ നേതൃത്വവുമായും സംസാരിച്ചിട്ട് തന്നെയാണ് അത്തരം ഒരു പരിപാടി അവിടെ സംഘടിപ്പിച്ചത്. ഏതോ ആവട്ടെ, ആ പരിപാടിയിൽ KKM സൈദി ഉസ്താദ് നേരിട്ട് അതിൽ പങ്കെടുത്ത ഒരാള് എന്ന നിലക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ആളുകളെ സെലക്ട് ചെയ്തപ്പോ വിനീതനായ ഞാനും അതുപോലെ തന്നെ നമ്മുടെ SCVയുടെ കൺവീനർ ബാവാക്കയും എല്ലാം അതിൽ ഇൻക്ലൂഡായി എന്നത് ആണ് ഇവിടുത്തെ പ്രശ്നം. അത് കണ്ടിട്ടാണ് ചില ആളുകൾ അത് SGVയുടെ പരിപാടിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാനതിന്റെ വസ്തുത പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ആ പരിപാടിയിൽ നിന്ന് എന്താണ് നടന്നത്? ആ പരിപാടിയിൽ എന്താണ് നടന്നത് നിങ്ങൾ നോക്ക്. കാരന്തൂർ മർക്കസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സൂക്ഷിച്ചിട്ടുള്ള കേശങ്ങൾ നബിയുടേതല്ലെന്ന് തെളിയിക്കാൻ സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു വന്ന ആളുകള് എന്നാ പിന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മള് സംവാദം നടത്തില്ലേ എന്ന് ചോദിക്കുകയും മാത്രല്ല, ഈ സംവാദ വ്യവസ്ഥയുടെ ആദ്യം മുതൽ കേട്ട ആളുകൾക്ക് വ്യക്തമായി അറിയാവുന്ന ഒരു വിഷയം. ഹലോ, എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഹലോ, എന്താണത്? മധ്യസ്ഥൻ മറുഭാഗത്തെ പ്രതിനിധീകരിച്ചു വന്ന മധ്യസ്ഥൻ തന്നെ അവിടെ പറഞ്ഞൊരു വിഷയം എന്താ അറിയങ്ങള്? തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് വാദമൊന്നും തീരുമാനിക്കാനില്ല. അല്ലെ, നിങ്ങൾ കേട്ടില്ലേ സുഹൃത്തുക്കളെ? അദ്ദേഹം പറഞ്ഞത്, ഇത് വാദമൊന്നും ഞമ്മക്ക് തീരുമാനിക്കാനില്ല, അത് നേരത്തെ കത്തുകളിലൂടെ തീരുമാനമായതാണ്. ഇനി സംവാദത്തിന് പറ്റിയ ഡേറ്റും നേരവും ഒക്കെ അതിന്റെ സ്വഭാവമൊക്കെ ഒന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് സംസാരം തുടങ്ങിയത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞു തുടങ്ങിയ ഒരു വിഭാഗം വാദം തീരുമാനമാകാതെ സംവാദത്തിൽ നിന്ന് പോകേണ്ടി വന്നു, ഒളിച്ചോടേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത് സാക്ഷാൽ ഒളിച്ചോട്ടമല്ലെങ്കിൽ പിന്നെ എന്താണ്? കാരണം മറുപക്ഷത്തിന്റെ മധ്യസ്ഥൻ തന്നെ എഴുത്തുകുത്തുകളിലൂടെ വാദം തീരുമാനമായിട്ടുണ്ട്. ഇനിയിപ്പോ വാദത്തിന്റെ ആവശ്യമൊന്നുമില്ല, ഞമ്മക്ക് എന്താക്കണം, സംഗതി നടക്കണം എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ അവിടെ വേറൊന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൂപ്പര് ഒരുപക്ഷെ വിചാരിച്ചിട്ടുണ്ടാകുക, കുറച്ച് സംവാദമൊക്കെ ഇനി ഇങ്ങനെ നടക്കട്ടെ, എന്നാലല്ലേ അതിന്റെ വ്യവസ്ഥന്റെ CD ഒന്ന്, സംവാദത്തിന്റെ CD, അങ്ങനെ DVD CD ഒക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് കച്ചവടം നടക്കണമെങ്കിലുള്ള വിഷയമാണല്ലോ. മൂപ്പർ അങ്ങനെ ആയിരിക്കും കണക്കൂട്ടിയിട്ടുണ്ടാകുക. ഏതോ ആവട്ടെ, പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് മൂപ്പർക്ക് ഫുള്ള് നിരാശയായിരുന്നു. എന്താ കാര്യം? ഒരു സംവാദത്തിന്റെ CD കിട്ടാൻ അദ്ദേഹത്തിന്റെ കൂടെ വന്ന ആളുകൾ സമ്മതിച്ചില്ല. അതെന്താ? സംവാദത്തിന്റെ CD കിട്ടണമെങ്കിൽ സംവാദം നടക്കണ്ടേ? സംവാദം നടക്കാൻ വ്യവസ്ഥക്ക് വന്ന ആളുകൾ അവരുടെ ഭാഗത്ത് നിന്ന് തന്നെ വിഷയം നേരത്തെ തീരുമാനമായതാണ്, വാദവും നേരത്തെ തീരുമാനമായതാണ്. ഇനി ഡേറ്റും സമയവും സംവാദത്തിന്റെ സ്വഭാവവും തീരുമാനിച്ചാൽ മതി
എന്ന് പറഞ്ഞു തുടങ്ങിയവർ സംവാദത്തിലെ വാദത്തിന്റെ പേരിൽ അത് നടത്തുന്നതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഓർത്തു നോക്ക്, ഇവരെന്താ പറഞ്ഞത്? ഇവര് പറഞ്ഞത് കാന്തപുരം ഉസ്താദിന്റെ കയ്യിൽ ഇവർ പറഞ്ഞതിന്റെ ആശയമാണ് ഞാൻ പറയുന്നത്. കാന്തപുരം ഉസ്താദ് മർക്കസിൽ സൂക്ഷിച്ച കേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ തെളിയിക്കും എന്നാണ് പറഞ്ഞത്. അതൊരു ചില്ലറ പറച്ചിലാണ് എന്നായിരുന്നു അവർക്ക് തോന്നിയത്. മാഷാ അല്ലാഹ്, നമ്മുടെ ഭാഗത്ത് നിന്ന് നാം സംസാരിക്കാൻ വേണ്ടി തീരുമാനിച്ച ബഹുമാനപ്പെട്ട ജഅഫർ സഖാഫി കയ്പമംഗലം അദ്ദേഹം ആ വിഷയം അവതരിപ്പിച്ചപ്പോഴാണ് പടച്ചോനെ ഇതിൽ ഇങ്ങനെ ഒരു നൂലാമാലുണ്ട് എന്നായിട്ട് ചിന്തിക്കണേ. അതെന്താ ഓര് മനസ്സിലാക്കിയത്? ഓര് മനസ്സിലാക്കിയത് കാന്തപുരം ഉസ്താദിന്റെ കയ്യില് മർക്കസ് സൂക്ഷിച്ച മുടി പിന്നെ അതെന്തല്ല ഷഹർ മുബാറക് അല്ല എന്നുണ്ട് പറഞ്ഞ സംഗതി കഴിഞ്ഞു എന്നാണ്. പക്ഷെ ഒരു വിഷയം അല്ല എന്ന് പറയണമെങ്കിൽ അത് ആകാനുള്ള സർവ സാധ്യതകളും ഇല്ലാതെയാകണം. സഖാഫിയാണ്, അസ്ഹരിയാണ്, അതിൽ നിങ്ങൾ ബേജാറാകണ്ട കേട്ടോ. പിന്നെ ഒരു സംഗതി അല്ല എന്ന് തീർത്തു പറയണമെങ്കിൽ ആകാനുള്ള എല്ലാ സാധ്യതകളും എന്താകണം? ഇല്ലാതെയാകണം അല്ലേ? അതങ്ങ് പറഞ്ഞപ്പോഴാണ് പടച്ചോനെ എന്ത് പടല നമ്മൾ പെട്ടത്. എങ്ങനെ നമ്മൾ എല്ലാ സാധ്യതകളെയും തള്ളിക്കളയ? ആകാനുള്ള എല്ലാ സാധ്യതകളെയും തള്ളിക്കളഞ്ഞിട്ട് വേണം നമ്മുടെ വാദം ഒന്ന് സ്ഥിരീകരിച്ചു കിട്ടാൻ. ഇത് ഒന്നല്ല രണ്ടല്ല 20,000 വാദപ്രതിവാദം നടന്നാലും ആകാനുള്ള സാധ്യതകൾ മുഴുവനും നിരാകരിച്ചുകൊണ്ട് ഇതല്ല, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ല എന്ന് തെളിയിക്കുക സാധ്യമല്ലല്ലോ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം തന്ത്രപൂർവം സംവാദത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ശ്രമം നടത്തിയത്. എങ്ങനെയാണ് ആ ശ്രമം നടത്തിയത് അതൊക്കെ ഞാൻ പറയാം. ഞാനതിൽ നേരിട്ട് പങ്കെടുത്ത ഒരാളായതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എന്താണ് നടന്നതെന്ന് ലൈവായി കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എങ്ങനെയാണ് അവർ ഒഴിഞ്ഞു മാറിയത്? പലപ്പോഴും ഇത് കേട്ട ആളുകളും കൂട്ടത്തിലുണ്ട്, വളരെ വ്യക്തമായി അറിയാം. നിങ്ങൾ നോക്ക്, ഒഴിഞ്ഞു മാറാൻ അവർ ഉപയോഗിച്ച നമ്പർ നമ്മൾ വാദം എഴുതണില്ല എന്ന് പറഞ്ഞിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നമ്മൾ വാദം എഴുതുന്നില്ല, സുന്നികൾ വാദം എഴുതുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സംവാദ വ്യവസ്ഥക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറുഭാഗത്തിന്റെ മധ്യസ്ഥൻ തന്നെ ആദ്യം മൈക്കെടുത്ത് സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞത് വാദം എഴുത്തുകുത്തിലൂടെ തീരുമാനമായിട്ടുണ്ട്, അതുകൊണ്ട് അതിന്റെ നൂലാമാലകളൊന്നും ഇല്ലാന്നാ. എങ്ങനെ നമ്മൾ എഴുതാതെ വാദം തീരുമാനാകല്? നമ്മൾ എഴുതാതെ വാദം എങ്ങനെയാണ് തീരുമാനമാകല്? അപ്പൊ അതിന്റെ അർത്ഥം വാദം നമ്മൾ എഴുതിയിട്ടുണ്ട്, അതവര് മനസ്സിലാക്കിയിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ടെന്ന് അംഗീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ തുടക്കത്തിൽ പറഞ്ഞ ആളുകള് നമ്മൾ വാദം എഴുതുന്നില്ല എന്നതിന്റെ പേരിൽ സംവാദം നടത്താതെ പോകുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം ഒളിച്ചുകളി എന്നല്ലെങ്കിൽ പിന്നെ എന്താണ്? അതുകൊണ്ടാണ് വളരെ വ്യക്തമായി ഞങ്ങൾ പറഞ്ഞത്, നേരത്തെ ഇവര് വിചാരിച്ചത് നമുക്ക് സംവാദമൊക്കെ ഒന്ന് നടത്തിയിട്ട് ജയിച്ചങ്ങട്ട് കയറാന്നിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, നമുക്ക് സംവാദം നടത്തിയിട്ടൊന്ന് പിടിച്ചടക്കാമെന്നായിരുന്നു. പക്ഷേ അവർ എഴുതിത്തന്ന വാദത്തിന്റെ ഉള്ളിലുള്ള അപകടങ്ങളെ തുറന്നു കാട്ടിക്കൊണ്ട് ബഹുമാനനായ ജഅഫർ സഖാഫി ഉസ്താദ് സംസാരിച്ചു. അപ്പോഴാണ് മനസ്സിലായത്, ഒരു സാധനം മർക്കസിലുള്ള സൂക്ഷിച്ച ആ കേശം അത് നബി തങ്ങളുടേതല്ലെന്ന് തെളിയിക്കുമെന്ന് പറയണമെങ്കിൽ ആണെന്ന് തെളിയിക്കാൻ ഒരു സംഗതി, ഇപ്പോ നിങ്ങൾ ഓർത്തു നോക്കൂ, ഒരു സംഗതി ആണ് എന്ന് തെളിയിക്കാൻ എളുപ്പ, ഉണ്ട് എന്ന് തെളിയിക്കാൻ എളുപ്പ, അതില്ല എന്ന് തെളിയിക്കാൻ വളരെ പ്രയാസമാണ്. അതെന്താ അങ്ങനെ? ഇലക്ഷന്റെ കാലാണല്ലോ, നമ്മൾ ആലോചിക്കുകയാണ്, ഈ പഞ്ചായത്തിലെ 10ാം നമ്പർ ബൂത്തില് മഅ്മൂൻ എന്ന് പേരുള്ള ഒരു വോട്ടർ ഉണ്ടോ, ഒരു വോട്ടർ ഉണ്ടോ എന്ന തർക്കത്തിൽ അങ്ങനെ ഒരു വോട്ടർ ഉണ്ട് എന്ന് പറയാൻ വോട്ടർ പട്ടികയിലുള്ള മറ്റ് പേരുകളൊന്നും കാണാതെ മഅ്മൂൻ എന്ന പേര് മാത്രം കാണലേ ഷർത്തുള്ളൂ. ഞാൻ പറഞ്ഞത് സുഹൃത്തുക്കളെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരു ലിസ്റ്റിൽ 1000 ആളുകളുടെ പേരുണ്ടെന്നിരിക്കട്ടെ,
ഒരു ലിസ്റ്റിൽ 1000 ആളുകളുടെ പേരുണ്ടെങ്കിൽ അതിൽ ഒരാളുടെ പേരാണ് മഅ്മൂന്. അപ്പൊ ഈ ലിസ്റ്റിൽ മഅ്മൂന്റെ പേരുണ്ട് എന്ന് പറയണമെങ്കിൽ 999 പേരും കാണണ്ട, മഅ്മൂൻ എന്നുള്ള പേര് മാത്രം കണ്ട എന്താക്കതിൽ മഅ്മൂന്റെ പേരുണ്ട് എന്ന് പറയാം. എന്നാൽ ഞാൻ എന്റെ മറുഭാഗത്ത് പറയുന്നത് മഅ്മൂന്റെ പേര് ഇതിൽ ഇല്ല എന്നാണ്. മഅ്മൂന്റെ പേര് ഇതിൽ ഇല്ല എന്നാണ്. ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ ഒരു പേര് കണ്ടാ പറയാൻ പറ്റോ? ഇല്ല. 2 എണ്ണം കണ്ടാ പറയാൻ പറ്റോ? 100 എണ്ണം കണ്ടാ പറയാൻ പറ്റോ? 500 എണ്ണം കണ്ടാ പറയാൻ പറ്റോ? 900 കണ്ടാ പറയാൻ പറ്റോ? 999 കണ്ടാൽ പറ്റോ? അടുത്ത 1000 കൂടി കണ്ട് മുഴുവൻ തികച്ച് പരിശോധിച്ചെങ്കിലേ ഇതിൽ അങ്ങനെ ഒരു പേരില്ല എന്ന് തറപ്പിച്ച് പറയാൻ പറ്റൂ. അതാണ് പറഞ്ഞത്. മുഴുവൻ സാധ്യതകളെയും ഇല്ലാതെയാക്കാൻ സാധിച്ചാലേ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് സമർത്ഥിക്കാനാകൂ. ഇത് ബുദ്ധിപരമായി അങ്ങ് പറഞ്ഞപ്പോഴാണ് പടച്ചോൻ ഇജാതി കെണിയിലാണ് നമ്മൾ പെട്ട്. കണ്ടോ? അപ്പോഴാ ചിന്തിക്കണത്, പടച്ചോൻ ഇജാതി കെണിയിലാണോ നമ്മൾ പെട്ട്? എന്നാ പിന്നെ യാതൊരു രക്ഷയില്ല. നമ്മളെ മധ്യസ്ഥൻ തുടക്കത്തില് വാദം തീരുമാനമായി എന്നൊക്കെ പറഞ്ഞത് ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ എഴുതിയ വാദത്തിന്റെ കഥ ഇത്രമേൽ അബദ്ധമാണെങ്കിൽ ഈ കെണിവലയിൽ നിന്ന് കുടുങ്ങിയാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് കുടുങ്ങാതെ മെല്ലെ ഇന്നങ്ങ് തടിയൂരാൻ വല്ല മാർഗമുണ്ടോ എന്ന് ആലോചിക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെയാണ് പിന്നെ ഇതൊക്കെ അങ്ങ് കേട്ടപ്പോ സാലിബകുല്ലി മൂജബജുജിയൊക്കെ പറയാൻ തുടങ്ങിയത്. നമ്മുടെ ഭാഗത്ത് നിന്ന് ബഹുമാന്യനായ ജഅഫർ സഖാഫി ഉസ്താദ് സാലിബകുല്ലി എന്ന് പറയും. അപ്പൊ സാലിബകുല്ലി എന്താ സാധനം? പഠിച്ചോനെ, കൂട്ടത്തിൽ ഒരാളുണ്ട്, മൂപ്പർക്ക് സാലിബകുല്ലി മൂജബജുസിയൊക്കെ തിരിയണമായിരുന്നുണ്ട്. പക്ഷേ എന്താണ് ഈ പറഞ്ഞ സാലിബകുല്ലി എന്ന് മൂപ്പർക്ക് തിരിഞ്ഞില്ല. അതാണ്ട് വിശദീകരിച്ചു കൊടുത്തപ്പോ പിന്നെ കുല്ലിയില്ല, ജുസിയില്ല, പിന്നെ ഒന്നും കാണാനില്ല. ഏതോ ആവട്ടെ, എങ്ങനെയാണ് പിന്നെ രക്ഷപ്പെടാൻ ശ്രമിച്ചത്? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എങ്ങനെയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്? നമ്മൾ വാദം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടാ. പക്ഷെ ഇവിടെ അടിവരട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ എഴുതിയ വാദത്തിന്റെ അപകടകരമായ അവസ്ഥ നമ്മുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കിയപ്പോഴാണ് രക്ഷപ്പെടണമെന്ന് ആലോചിക്കാൻ തുടങ്ങിയത്. അങ്ങനെ രക്ഷപ്പെടാനുള്ള വഴി അന്വേഷണത്തിന്റെ ഇടയിലാണ് നമ്മൾ എഴുതുന്നില്ല എന്ന ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയത്. പക്ഷേ വാദം 2 കൂട്ടരും എഴുതി നേരത്തെ തീരുമാനിച്ചതാണെന്ന് അവരുടെ ഭാഗത്തുള്ള മധ്യസ്ഥൻ തന്നെ നേരത്തെ പറഞ്ഞത് അവർ മനഃപൂർവ്വം വിട്ടുകളയുകയായിരുന്നു. ഇനി നിങ്ങൾ നോക്ക്, എന്താ നേരത്തെ എഴുതിയ വാദം? എന്താ നേരത്തെ എഴുതിയ വാദം? അവരുടെ വാദം ഞാൻ പറഞ്ഞു. അതിലവർക്ക് തെളിയിക്കാൻ സാധിക്കാത്തതിന്റെ അവസ്ഥയെ കുറിച്ചും നമ്മൾ പറഞ്ഞു. അതേ സ്ഥാനത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പക്ഷം ഈ വിഷയത്തിൽ എഴുതിയ വാദം എന്താണ്? നോക്കൂ നിങ്ങൾ, ഞാൻ വായിക്കാം. കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം ആദരിക്കപ്പെടേണ്ടതാണെന്നും അതുകൊണ്ട് ബറക്കത്തെടുക്കൽ പ്രമാണവിരുദ്ധമല്ലെന്നും തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. എന്ത് 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 കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ച തിരുകേശം. കണ്ട, അവിടെ സംഭാഷണത്തിന്റെ ഇടയ്ക്കൊരു പ്രശ്നം ഉണ്ടായി. തിരുകേശം എന്ന് നമ്മൾ എഴുതി, ഓരോ കേശം എഴുതി. എന്താ മാറ്റം? എന്താ മാറ്റം? ഒരു കേശം എപ്പോഴാണ് തിരുവാകുന്നത്? ബാർബർ ഷോപ്പിൽ നിന്ന് അടിച്ചു കൂട്ടുന്ന കേശം തിരുവല്ല. മനസ്സിലായോ? മനസ്സിലായോ? അടുക്കളയിൽ നിന്ന് ജോലി എടുക്കണതിന്റെ ഇടയ്ക്ക് ആ വീട്ടുകാരിയുടെ തലയിൽ നിന്ന് കൊഴിഞ്ഞാഴിയ മുടി ഉണ്ടാവും ചിലപ്പോ ഭക്ഷണത്തിൽ. അത് തിരുവാണെന്ന് പറഞ്ഞ് ആരും ബർക്കത്തെടുക്കലില്ല. എന്താ കാര്യം? അതൊന്നും തിരുവല്ല. പിന്നെ തിരുവാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് ആകണം. അതാണ് തിരുകേശം എന്ന് പറഞ്ഞത്. ഇനി രണ്ടാമത്തൊന്ന് നോക്ക്, ബറക്കത്തെടുക്കാവുന്നതാണെന്നാ പറഞ്ഞത്, ആദരിക്കപ്പെടേണ്ടതാണെന്നാ പറഞ്ഞത് അല്ലേ? ഏത് കേശത്തെ ആദരിക്കേണ്ടത്? ഏത് കേശത്തെ ആദരിക്കേണ്ടത്? സാധാരണ നമ്മുടെ കേശത്തെ നമ്മൾ ആദരിക്കലുണ്ടോ? എങ്ങനെ? അത് ആദരണീയമാണെന്ന് പറയുന്നുണ്ടോ? മാത്രമല്ല അത് ബറക്കത്തെടുക്കാൻ പറ്റുന്നതാണെന്ന് പറയുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ തിരു എന്ന് വന്നു,
ആദരണീയമാണെന്ന് വന്നു, ബറക്കത്തെടുക്കാവുന്നതാണെന്ന് വന്നു. ഇത് മൂന്നും തറപ്പിച്ച് പറയുന്നു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതായത് കൊണ്ടാണ് അത് ആദരണീയമായത്. അതുകൊണ്ട് തന്നെയാണ് അത് ബറക്കത്തെടുക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് അത് കേവല കേശമല്ല തിരുകേശമാണെന്ന് പറഞ്ഞത്. ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? അപ്പൊ ഇത് അവിടെ നിന്ന് എഴുതിയ വാദ അല്ല, ഇത് നേരത്തെ കൈമാറിയ കത്തിൽ എഴുതി കൊടുത്ത വാദമാണ്. അവരുടെ ഞാൻ നേരത്തെ കേൾപ്പിച്ച വാദം അവിടുന്ന് എഴുതിയതാണോ? അല്ല, അതും നേരത്തെ കൈമാറിയ കത്തിലുള്ളതാണ്. ഈ കത്ത് അവർ വായിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. ആ കത്ത് പ്രകാരമാണ് അവർ വാദപ്രതിവാദത്തിന് വ്യവസ്ഥക്ക് തയ്യാറായി വന്നിട്ടുള്ളത്. മാത്രമല്ല അതുകൊണ്ട് തന്നെയാണ് വാദം ഇവിടെ നേരത്തെ തീരുമാനമായി പോയതാണ്. ഇനി ബാക്കി കാര്യങ്ങൾ ആലോചിച്ചാൽ മതി എന്ന് മധ്യസ്ഥം പറഞ്ഞത്. ഈ സമാധാനത്തിൽ ഇരിക്കുമ്പോഴാണ് ബഹുമാന്യനായ സഖാഫി ഉസ്താദ് അവിടുന്ന് പറഞ്ഞു കൊടുത്തത്, നിങ്ങൾ പറഞ്ഞ വാദത്തിന്റെ അപകടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് തെളിയിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പൊ നബി തങ്ങളുടേതാകാനുള്ള ഏതെങ്കിലും ഒരു സാധ്യത ബാക്കി നിൽക്കുന്ന പക്ഷം അത് തെളിയിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് എല്ലാ സാധ്യതകളെയും നിങ്ങൾ നിരാകരിക്കുകയും അത്തരം സാധ്യതകൾ ഒന്നുമില്ലെന്ന് തെളിയിക്കുകയും ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഇതിനെ നമ്മൾ കുറച്ചൊന്നും പണിയെടുത്താൽ പോരല്ലോ എന്നാലോചിക്കാൻ തുടങ്ങിയത്. മാത്രല്ല ഖിയാമത്ത് നാൾ വരെ പണിയെടുത്താലും ഞമ്മക്കത് എന്താക്കാനും എത്തിയാൻ കഴിയും. ആ ചിന്ത തുടങ്ങിയപ്പോഴാണ് പിന്നെ സംവാദം കഴിഞ്ഞു പറയാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങളെന്താ എഴുതാത്തത്? സുഹൃത്തുക്കളെ ഞാൻ ചോദിക്കട്ടെ, ബുദ്ധിയുള്ള ഒരാൾ പറയും. ഒരു കേസത്തെ കുറിച്ച് പറയാ, മർക്കസ് സൂക്ഷിച്ച കേസത്തെ കുറിച്ച് പറയാ, അത് ബർക്കത്തെടുക്കേണ്ടതാണ്, അത് തിരുകേശമാണ്, അത് ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അതിന് തിരുകേശം എന്ന് പറയുന്നത്? നബി തങ്ങളുടേതാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടല്ലേ അത് ബർക്കത്തെടുക്കേണ്ടതാണെന്ന് പറയുന്നത്? നബി തങ്ങളുടേതാണെന്ന് വിചാരിച്ചത് കൊണ്ടല്ലേ അത് ആദരിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നത്? ഇത്ര വ്യക്തമായി എഴുതിയിട്ടും നബി തങ്ങളുടേതാണെന്ന് നിങ്ങൾക്ക് തങ്ങൾ അങ്ങനെ എഴുതാത്തെന്ന് വെച്ചാൽ പിന്നെ എന്തായാലും പറയാ, പിന്നെ എന്താ ഇത് എഴുതിക്കണത്? അപ്പൊ ഞങ്ങൾ പറയും നബി തങ്ങളുടേതാണ് എന്ന് മാത്രല്ല, നിങ്ങൾ അതിനെ പല രീതിയിലും സ്റ്റേജുകളിൽ കളിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, കേരള യാത്ര നടക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കളിയാക്കിക്കൊണ്ട് നിങ്ങൾ മുടിക്കെട്ടുകളും വെള്ളക്കുപ്പിയും അല്ലെങ്കിൽ വെള്ള കന്നാസും വെച്ച് നിങ്ങൾ പരിഹസിച്ചിട്ടുണ്ട് നടുറോഡിൽ. മനസ്സിലായോ? സ്റ്റേജുകളിൽ മൊത്തവും ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ പരിഹസിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ തിരുകേശത്തെ നിങ്ങൾ അധിക്ഷേപിച്ചിട്ടുണ്ട്. അങ്ങനെ വെള്ളം കൊടുക്കുന്നതിനെ നിങ്ങൾ വല്ലാതെ പരിഹസിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു ബറക്കത്തെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ബറക്കത്തെടുക്കുക എന്നുള്ളതൊക്കെ തന്നെയല്ലേ? അതുകൊണ്ട് ആ ബറക്കത്തെടുക്കാനും പറ്റും എന്നുകൂടി പറഞ്ഞപ്പോഴാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ വാദം എഴുതിയിട്ടില്ല. പിന്നെ അതെന്താ സാധനം? മാത്രല്ല വാദം ഞങ്ങൾ എഴുതിയെന്ന് മനസ്സിലാക്കിയോണ്ടല്ലേ നിങ്ങളെ മധ്യസ്ഥം പറഞ്ഞത് വാദമൊക്കെ തീരുമാനിക്കണ്, നമുക്ക് ബാക്കി ആലോചിച്ചാൽ മതിയെന്ന് അല്ലേ? പക്ഷെ ഇവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവര് പറഞ്ഞു, അല്ല നിങ്ങൾ നേരെ മറുവാദം എഴുതണം എന്നറിഞ്ഞു. ആയിക്കോട്ടെ, ഇനിയിപ്പൊ അങ്ങനെ ഒരു നിർബന്ധത്തിന്റെ പേരിൽ ഈ സംവാദം മുടങ്ങാൻ നിൽക്കണ്ട, നേരെ മറുവാദം എഴുതുക. ഇനിയിപ്പൊ അതിന്റെ പേരിൽ ഈ സംവാദം മുടങ്ങാൻ നിൽക്കണ്ട. എന്നാ നമ്മൾ എഴുതിയത് അങ്ങനെ തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ വിഷയം പോലെ അംഗീകരിക്കുന്നുണ്ടോ? കാരന്തൂർ മർക്കസ് സൂക്ഷിച്ച ആ തിരുകേശം അത് തിരുവാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ടോ? സുഹൃത്തുക്കളെ, തിരുവാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ടോ? ബർക്കത്തെടുക്കാൻ പറ്റിയതാണെന്ന് അംഗീകരിക്കുന്നുണ്ടോ? ആദരണീയമാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ടോ? പിന്നെന്താ സംവാദത്തിന് തയ്യാറായാലും നിങ്ങൾക്ക് ചോദ്യം ചെയ്യാലോ ഇതിനെല്ലാം. അതിനല്ലേ സംവാദത്തിൽ വെച്ച് ചോദ്യം ചെയ്യാമല്ലോ. മാത്രമല്ല നിങ്ങൾ പറഞ്ഞ വാദം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ തെളിയിക്കുന്ന, നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയുന്നല്ല, ഞങ്ങളുടെ കഴിയില്ല എന്നാണ്. അപ്പൊ പിന്നെ സംവാദം നടക്കട്ടെ. രണ്ടു കൂട്ടരും ഒന്നാണെങ്കിലല്ലേ വാദത്തിനും മറുവാദത്തിനും പ്രസക്തി ഇല്ലാത്തത്. ഇവിടെ നിങ്ങൾ പറയുന്നതിന്റെ എതിരാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ പറയുന്നതിന്റെ എതിരാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ പറയുന്നതിന്റെ എതിരാണ് ഞങ്ങളും പറയുന്നത്. ബറക്കത്തെടുക്കാമെന്ന് ഞങ്ങൾ പറയുന്നു, അത് തിരുകേശമാണെന്ന് ഞങ്ങൾ പറയുന്നു, അത് ആദരിക്കപ്പെടേണ്ടതാണെന്ന് ഞങ്ങൾ പറയുന്നു. അതൊന്നും പറ്റൂല നിങ്ങൾ പറയുന്നു. അപ്പൊ വാദപ്രതിവാദം നടക്കാനാണ് വിഷയമായില്ലേ?
ആയി. ഒന്നാമത്തെ നിങ്ങളെ വാദം എന്താ? നിങ്ങളെ വാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് തെളിയിക്കുമെന്നാണ്. അത് നിങ്ങളെ കൊണ്ട് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ പറയുന്നത്. സംവാദം നടക്കട്ടെ, ഞങ്ങൾ പറഞ്ഞു നോക്കി, നേരെ മറുവാദം എഴുതണം എന്നപ്പോ അത് എഴുതി കൊടുത്തു. അപ്പൊ അവര് കാട്ടിക്കൂട്ടി എന്താ നിങ്ങള് ശ്രദ്ധിക്കണേ, ഞങ്ങൾ സമർത്ഥിക്കുന്ന ഞങ്ങൾ പറഞ്ഞത് നബി തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു നിങ്ങളെ കൊണ്ട് സമർത്ഥിക്കാൻ കഴിയില്ല. കണ്ടോ, സമർത്ഥിക്കുന്നു ഞങ്ങൾ പറഞ്ഞു സമർത്ഥിക്കാൻ കഴിയില്ല. നിങ്ങളൊന്ന് സമർത്ഥിക്കൂ നോക്കി സംവാദത്തില്. നിങ്ങൾ എങ്ങനെ സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ അത് പിടികൂടും. അതുകൊണ്ട് തന്നെ പറഞ്ഞത് കഴിയില്ല. പക്ഷെ അപ്പൊ അവര് പറഞ്ഞത് കഴിയില്ല എന്നുള്ളതൊരു വാദമല്ല. സുബ്ഹാനല്ലാഹ്, കഴിയില്ല എന്നുള്ളതൊരു വാദമല്ല എന്നാണല്ലോ പറഞ്ഞത്. മനസ്സിലായോ? കഴിയൂല എന്നുള്ളതൊരു വാദമല്ല. ആയിക്കോട്ടെ, ഞങ്ങൾ പറഞ്ഞു അത് വാദമല്ലാന്ന്. കഴിയുന്നുള്ളതൊരു വാദമാണ്, കഴിയില്ല എന്നുള്ളത് അതിന് നേരെ നക്കീലായ വാദമാണ്. അവര് സമ്മതിച്ചില്ല, കഴിയില്ല എന്നുള്ളത് വാദമല്ല എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുറച്ചു നേരം കഴിഞ്ഞപ്പോ മധ്യസ്ഥന്മാർ ഇടപെട്ടിട്ട് പറഞ്ഞു അതല്ല, വാദത്തെ പറ്റി ഞങ്ങളൊരു ചർച്ച നടത്തട്ടെ. ഇതിങ്ങനെ പോയാൽ തീരുമാനാവൂല, അതുകൊണ്ട് വാദത്തെ പറ്റി ഞങ്ങളൊരു ചർച്ച നടത്തട്ടെ എന്ന് പറഞ്ഞ് അല്പനേരം രണ്ടു കൂട്ടരും തമ്മിലുള്ള സംസാരം നിർത്തിവെച്ച് മധ്യസ്ഥന്മാര് തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. അവര് രഹസ്യമായി സംസാരിക്കുകയാണ്. ആ സംസാരത്തിന്റെ ഇടക്ക് ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇപ്പൊ ഇതൊക്കെ ശരിയാവും, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ശരിക്ക് പറയും, കാര്യങ്ങളൊക്കെ ശരിക്ക് പറയും, അതിന് ഒറ്റ സംഗതി ചെയ്താൽ മതി, ആ ലൈവ് കൊടുക്കലാണ്ട് നിർത്തിവെച്ചാ മതി. അപ്പോഴാണ് നമുക്ക് സുക്കടിന്റെ ഊക്കിരിഞ്ഞത്. മനസ്സിലായോ? ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയാവും, അപ്പുറത്തിരിക്കുന്ന ആൾക്കാരൊക്കെ ശരിയാവും, അതിനെന്ത് ചെയ്താൽ മതി, ഈ ലൈവ് കൊടുക്കണാണ് നിർത്തിവെച്ചാ മതി. സുബ്ഹാനല്ലാഹ്, എന്താ കാര്യം? ലൈവ് കൊടുക്കുമ്പോ എത്ര ആളുകളാണ് അത് കേട്ടോണ്ടിരിക്കേണ്ടത്? ആയിരങ്ങൾ കേൾക്കല്ലേ? ആയിരങ്ങൾ കേൾക്കുന്ന പരിപാടിയിൽ നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കണം അങ്ങനെ ഒരു അഭിപ്രായം ആ ഭാഗത്തുനിന്ന് വന്നത് എന്ന് ഞങ്ങൾ വിചാരിക്കുകയാണ്. ഏതോ ആവട്ടെ, അവസാനം മധ്യസ്ഥന്മാര് ചർച്ച ചെയ്തപ്പോ അവരെ ഭാഗത്തുള്ള മധ്യസ്ഥനല്ലേ, മൂപ്പര് എഴുതി കൊടുത്താലോ എന്ത്? മധ്യസ്ഥന്മാര് ചർച്ച ചെയ്ത് അത് തീരുമാനമായില്ല. അതിന് ശേഷം പിന്നെ രണ്ടു കൂട്ടരോടും വാദം എഴുതി കൊടുക്കാൻ പറഞ്ഞു. വാദം എഴുതി കൊടുത്തപ്പോ സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഴുതി കൊടുത്തു. നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. നിങ്ങൾ സമർത്ഥിക്കാൻ കഴിയുന്നല്ലോ പറഞ്ഞ്, കഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു. പക്ഷെ അവരിങ്ങോട്ട് തിരിച്ചെഴുതി. എന്താ എഴുതിയ നിങ്ങള്? അത് നബിതങ്ങളുടെ മുടിയാണെന്ന് നിങ്ങൾക്ക് സമർത്ഥിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, സമർത്ഥിക്കാൻ കഴിയില്ല എന്നുള്ളതൊരു വാദമല്ല എന്നായിരുന്നു ഇത്രയും സമയം അവര് പറഞ്ഞുകൊണ്ടിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, സമർത്ഥിക്കാൻ കഴിയില്ല എന്നത് ഒരു വാദമല്ല എന്ന് ഇത്ര സമയം ആവർത്തിച്ച് പറഞ്ഞ അവരോട് നിങ്ങളുടെ വാദം എഴുതൂ എന്ന് പറഞ്ഞപ്പോൾ അവർ ഇങ്ങോട്ട് എഴുതി, അത് നബിതങ്ങളുടേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. അതിന്റെ അർത്ഥം അതൊരു വാദമാണെന്നല്ലേ? അതൊരു വാദമായത് കൊണ്ടല്ലേ ഇവരിപ്പത് എഴുതിയത്? അത് വാദമാണെങ്കിൽ വെറുതെ സമയം കളയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞ ആ ഒരു വിഷയം ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വിഷയം അല്ലെ, ഏതാണത്? നബിതങ്ങളുടേതാണെന്ന് സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കും. ഞങ്ങൾ പറഞ്ഞത് നബിതങ്ങളുടേതല്ലെന്ന് ഞങ്ങൾ സമർത്ഥിക്കും എന്ന് പറഞ്ഞു വന്ന നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ സമർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞതൊരു വാദമല്ല, സാധിക്കൂല എന്നുള്ളത് വാദമല്ല. പിന്നെ മധ്യസ്ഥന്മാര് രണ്ടു കൂട്ടരുടെയും വാദം എഴുതി വാങ്ങിയപ്പോ സുബ്ഹാനല്ലാഹ്, നിങ്ങളെ വാദം എന്താ? സമർത്ഥിക്കാൻ കഴിയില്ല. അപ്പോ നേരത്തെ നിങ്ങളത് കഴിയില്ല എന്ന് പറഞ്ഞാൽ വാദം ആവൂല എന്ന് പറഞ്ഞതോ? എന്താ ചെയ്യ? ബേജാറിന്റെ ഇടയിൽ ഇതൊക്കെ മറന്നു പോകന്നെ. ബേജാറിന്റെ ഇടയിൽ ഈ വിഷയങ്ങളൊക്കെ മറന്നു പോകന്നെ. അവസാനം എന്താ കട്ടി? മൂന്നാമത്തെ തവണയും വാദം മാറ്റി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതുവരെ നബിതങ്ങളുടേതാണെന്ന് പറയാൻ എന്താണ് തയ്യാറാകാത്തത്? സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ പിന്നെയും ചോദിച്ചു, ഞങ്ങൾ നിങ്ങൾക്ക് എഴുതി തന്നൊരു വാദല്ലേ? ആ വാദത്തിന്റെ അടിസ്ഥാനത്തിൽ സംവാദം നടത്തുന്നതിന് വ്യവസ്ഥ ഉണ്ടാക്കാനപ്പോ വന്നത്. ആ വാദത്തിൽ എന്താ ഉള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് അല്ല എന്നാണോ ഞങ്ങൾ ആ വാദത്തിൽ പറഞ്ഞത്? ആണ് എന്ന് പറയാൻ പറ്റൂല എന്നാണോ ഞങ്ങൾ പറഞ്ഞത്? ആ വാദത്തിൽ ഞങ്ങൾ എന്താ പറഞ്ഞത്? ആ കേശം തിരുകേശമാണ്,
ബറക്കത്തെടുക്കാൻ പറ്റിയതാണ്, ആദരണീയമാണ്. ഞാൻ ചോദിക്കട്ടെ, സാധാരണ കേശമാണെങ്കിൽ അതെങ്ങനെ തിരുവാകും? സാധാരണ കേശമാണെങ്കിൽ അതെങ്ങനെ തിരുവാകും? രണ്ടാമത്തെ ചോദ്യം, സാധാരണ ഒരു കേശമാണെങ്കിൽ അതുകൊണ്ടെങ്ങനെ ബറക്കത്തെടുക്കും? മൂന്നാമത്തെ ചോദ്യം, സാധാരണ കേശമാണെങ്കിൽ അതെങ്ങനെ ആദരണീയമാകും? അപ്പൊ തിരുവാണെന്നും ബറക്കത്തെടുക്കാൻ പറ്റിയതാണെന്നും ആദരണീയമാണെന്നും ഇത് മൂന്നും പറഞ്ഞതോടുകൂടി 3 തവണ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് സമ്മതിക്കുന്നതിന്റെ പുറമെ ഇപ്പൊ നിങ്ങളെ വാദം പലപ്പോഴും വഹാബിസത്തിന്റെ വാദത്തിലേക്ക് പോയിക്കണല്ലോ. അതുകൊണ്ട് നബി തങ്ങളുടേതാണെന്ന് വന്നാൽ പോലും അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ പറ്റൂല എന്നൊരു വാദം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതുകൂടി അങ്ങ് പൊളിഞ്ഞോട്ടെ എന്നുള്ളതിലേക്ക് ഞങ്ങളൊരു സിയാദി കൂടി എഴുതിയിട്ടുള്ളതാ. മനസ്സിലായോ? അപ്പൊ നബി തങ്ങളുടേതാണെന്ന് വന്നു, അത് ബറക്കത്തെടുക്കാൻ പറ്റിയതാണെന്ന് വന്നു, ആദരണീയമാണെന്ന് വന്നു. ഇതെല്ലാം വ്യക്തമായി എഴുതി കൊടുത്തിട്ടും പറഞ്ഞു നിങ്ങൾ വാദം എഴുതിയിട്ടില്ല. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. സംവാദ വ്യവസ്ഥക്ക് ആ സംസാരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അവരുടെ മധ്യസ്ഥൻ തന്നെ പറഞ്ഞു വാദമൊക്കെ തീരുമാനമായി പോയതാണ്, ഞാൻ ഇതിന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? അങ്ങനെ വന്നപ്പോ അവിടുന്ന് തുടങ്ങിയത് പിന്നെ നിങ്ങൾ വാദം എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിരിയേണ്ടി വന്നെങ്കിൽ എന്താ സംഭവിച്ചത്? വളരെ വ്യക്തമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളോട് ഈ സാധ്യതയെ കുറിച്ച് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിക്കുക, പടച്ചോനെ, നബിതങ്ങളുടേതാകാൻ സാധ്യതയുള്ള ഒരു കേശത്തെ കുറിച്ചാണോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നത്? ആ കേശത്തെ കുറിച്ചാണോ എല്ലാ സാധ്യതകളും ബാത്തിലാക്കിയെങ്കിലല്ലേ നമുക്ക് നബിതങ്ങളുടേതല്ല എന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉറച്ചെങ്കിലല്ലേ ഇതിനെ പരിഹസിക്കാൻ വകുപ്പുള്ളൂ, അതിനെ ഇകഴ്ത്താൻ വകുപ്പുള്ളൂ, അതിനെ കുറ്റപ്പെടുത്താൻ വകുപ്പുള്ളൂ. അങ്ങനെ ഒരു സാധ്യത ബാക്കി നിൽക്കുമെങ്കിൽ നമ്മൾ എങ്ങനെ അതിനെ ഇകഴ്ത്തും? എല്ലാ സാധ്യതകളെ കൂടി ഇല്ലാതെയാക്കാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇത് ആലോചിച്ചിട്ടല്ലേ സംവാദത്തിൽ നിന്ന് ഒളിച്ചോടേണ്ടി വന്നത്? ഞങ്ങളുടെ അവലോകനത്തിന്റെ സമയം ബഹുമാനപ്പെട്ട ക്ലാസ് റൂമിന്റെ ചെയർമാൻ KKM സയ്യിദി ഉസ്താദ്, ഇപ്പൊ ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ SGV സംസാരിക്കണോണ്ടാ കേട്ടോ, അത് SGVന്റെ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ പറഞ്ഞത്. അദ്ദേഹം ആ സംവാദത്തിൽ പങ്കെടുത്തത് SGVയുടെ ചെയർമാൻ ആയതുകൊണ്ടല്ല, അദ്ദേഹം അവിടെ നടന്ന പരസ്പര എന്ന നിലക്കാണ് അദ്ദേഹം സംവാദത്തിൽ പങ്കെടുത്തത്, അല്ലാതെ SGVയുടെ ചെയർമാൻ എന്ന നിലക്കല്ല. അപ്പോ ആ അദ്ദേഹത്തിന്റെ അവലോകന സമയത്ത്, മനസ്സിലായോ, KKM സയ്യിദി ഉസ്താദിന്റെ അവലോകന സമയത്ത് തുടക്കം മുതലേ വിഷയം മാറ്റിയിട്ട് കുറച്ച് ക്ലിപ്പ് കേൾപ്പിച്ച് രക്ഷപ്പെടാൻ കഴിയുമെന്നാണ് SK-ക്കാര് ചിന്തിച്ചത്. നിങ്ങൾക്ക് അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്നാമത്തെ സംസാരത്തിൽ തന്നെ ചോദിക്കണം, എന്താ ഏലംകുളം ഉണ്ടാത്തത് മൂപ്പരെ ക്ലിപ്പ് ഉണ്ടല്ലോ ഇവിടെ, എന്താ KKM സയ്യിദി ഉണ്ടാത്തത് മൂപ്പരെ ക്ലിപ്പ് ഉണ്ടല്ലോ ഇവിടെ എന്നാ അത് പറയുന്ന ഞങ്ങൾക്കറിയാം. അതുകൊണ്ടാണ് സംവാദത്തിൽ ആരാണ് സംസാരിക്കേണ്ടത് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലിക്ക് കിട്ടാതെ പോയില്ലേ? മനസ്സിലായില്ലേ? അപ്പൊ എന്തായത്? നിങ്ങൾ പറഞ്ഞെന്ത്? നിങ്ങളെന്താ വിചാരിച്ചേ? ഞങ്ങൾക്കറിയാതൊക്കെ. നിങ്ങളെന്താ വിചാരിച്ചേ? സംവാദം അപ്പൊ KKM സയ്യിദിന്റെ ക്ലിപ്പ് ഇടാ, ഏലംകുളം ഉസ്താദിന്റെ ക്ലിപ്പ് ഇടാ, ആ ക്ലിപ്പൊക്കെ പാടിട്ട് കാണ്ട് അയ്യമെങ്ങനെ കൂടിയിട്ട് നേരം കളയാ എന്ന നിലക്കാണ് നിങ്ങൾ വന്നത് അല്ലേ? നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ക്ലിപ്പുമ്മ തോടാൻ സമ്മതിച്ചോ? ഞങ്ങള് ക്ലിപ്പിട്ട് കളിക്കാൻ വന്നല്ല, ഞങ്ങള് ഈ സമൂഹത്തിന് വിഷയം പഠിപ്പിക്കാൻ ഒരു സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാണെങ്കിൽ ആകട്ടെ എന്നുള്ള നിലക്ക് വന്നതാ. പക്ഷെ നിങ്ങളതിന് ഒഴിഞ്ഞു മാറിയില്ലേ? എന്താ കാരണം? നിങ്ങൾ പിടിച്ച ക്ലിപ്പ് നടക്കൂല, നിങ്ങൾക്ക് മനസ്സിലായി. പ്രകോപിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചു. ഏലംകുളത്തോട് നിങ്ങൾ ചോദിച്ചു എവിടെ നിങ്ങളെ കുതിരശക്തി കണ്ടോ? കുതിരശക്തി അതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞങ്ങളെ കുതിരശക്തി എന്ന് പറഞ്ഞാലേ അത് മനസ്സിലാക്കണം, അത് ഒരാളെ പോക്കറ്റിൽ നിൽക്കുന്ന കുതിരശക്തി അല്ല. ഞങ്ങളെ കുതിരശക്തി ഞങ്ങളെ സംഘശക്തിയാണ്, മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് ചിലപ്പോ ഉസ്താദുമാർ അവിടെ ഇരിക്കും, ശിഷ്യന്മാര് സംസാരിക്കും, മനസ്സിലായോ? ചിലപ്പോ വെല്ലു വിളിച്ചോലും പറഞ്ഞോലും അവിടെ ഇരിക്കും, ബാക്കിയുള്ളവര് സംസാരിക്കും. ചിലപ്പോ വലിയവരവിടെ ഇരിക്കും, ചെറിയവര് സംസാരിക്കും. അതൊക്കെ ഞങ്ങളെ ഇഷ്ടങ്ങളാണ്. നിങ്ങൾക്ക് വിഷയം പഠിക്കല്ലേ വേണ്ടു. ആരാ പഠിപ്പിക്കണത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്കറിയാം നിങ്ങളെ ലക്ഷ്യം എന്താണ്. അതുകൊണ്ട് അതൊന്നും ഞങ്ങളെ മുമ്പിൽ നടക്കൂല മക്കളെ എന്ന് തീർത്ത് പറഞ്ഞു. അവസാനം വരെ നോക്കി.
KKM സൈദി ഉസ്താദിനെയും ഏലംകുളം ഉസ്താദിനെയൊക്കെ ക്ലിപ്പ് തന്നെ പേടിപ്പിക്കാൻ നോക്കി. അവസാന സമയത്ത് അവലോകനത്തിന്റെ സമയത്ത് ബഹുമാനപ്പെട്ട KKM സൈദി ഉസ്താദ് ആണത്തത്തിന്റെ ഒരു വാക്ക് അവിടെ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങൾ എഴുതി തന്ന ഈ വാദം, എന്താ ഞങ്ങളെ വാദം? മർക്കസിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ള ആ കേശം തിരുകേശമാണ്, അത് ബറക്കത്തെടുക്കാൻ പറ്റിയതാണ്, അത് ആദരിക്കപ്പെടേണ്ടതാണ് എന്ന് ഈ സംവാദത്തിന് വേണ്ടി ഞങ്ങൾ എഴുതി തന്നിട്ടുള്ള ഈ വാദം. ആ വാദത്തിനെതിരെ എന്റെ ഒരു ക്ലിപ്പ് തെളിയിക്കാൻ ഹലാലായ നിക്കാഹിൽ പറന്ന ആരെങ്കിലും തയ്യാറാകുകയാണെങ്കിൽ അന്ന് ഞാൻ എന്റെ പൊതുപ്രവർത്തനം നിർത്തും എന്നാണ് പറഞ്ഞത്. SK-ക്കാർക്ക് അത് മനസ്സിലായിട്ടില്ലെങ്കിൽ പറഞ്ഞതാ, KKM സൈദി പിന്നെ SGവിന്റെ ചെയർമാൻ ആകൂല, പരസ്യമായിട്ട് പ്രസംഗിക്കാൻ നടക്കൂല, സംഘടനാ പ്രവർത്തനത്തിന് ഉണ്ടാകൂല, നിങ്ങൾക്ക് കുറെ സമാധാനം ഉണ്ടാകും എന്നർത്ഥം. മനസ്സിലായോ? SK-ക്കാർക്ക് കുറെ സമാധാനം ഉണ്ടാകും എന്നർത്ഥം. ആയിക്കോട്ടെ, നിങ്ങൾക്ക് സമാധാനമുള്ള ഒരു പണി നിങ്ങൾക്ക് എടുക്കാൻ കഴിയും, എടുത്തോളി കേട്ടോ, നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എടുത്തോളി. രണ്ടാമത് ബഹുമാനപ്പെട്ട KKM ഉസ്താദ് പറഞ്ഞു, എന്റേത് മാത്രല്ല ഏലംകുളം ഉസ്താദിന്റെ ഒരു ക്ലിപ്പ് ഞങ്ങൾ എഴുതിയ വാത്തിലെ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള തിരുകേശം അത് തിരുവാണെന്നും ആദരണീയമാണെന്നും ബർക്കത്തെടുക്കാൻ പറ്റുന്നതാണെന്നും എഴുതി തന്നല്ലോ. അതിനെതിരെ ഒരു ക്ലിപ്പ് ഉണ്ടോ നിങ്ങൾ തെളിയിക്കീന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ മിണ്ടാത്ത്? ഞങ്ങളെ ഔദ്യോഗികമായി ആരെങ്കിലും അങ്ങനെ പറഞ്ഞത് നിങ്ങൾ തെളിയിക്കാൻ പറ്റുമോ? ഉണ്ടെങ്കിൽ മുന്നോട്ട് വരീന്ന് പറഞ്ഞു. എന്താ നിങ്ങൾ വരാത്തത്? അതോടുകൂടി നിങ്ങളെ ക്ലിപ്പിന്റെ കൊടച്ചക്രം മുഴുവനും കൊണ്ട് പൊട്ടിപ്പോയി അല്ലെ? വന്നപ്പോ തുടങ്ങിയത് ക്ലിപ്പ് പറഞ്ഞ് പേടിപ്പിക്കാൻ. ഞങ്ങൾ അപ്പയ്മ കൂടാത്ത എന്താ? ഞങ്ങൾ അപ്പയ്മ കൂടാത്ത ഞങ്ങൾക്കറിയാം. നിങ്ങൾ വന്ന എന്തിനാ? ക്ലിപ്പ് എന്ന് പറഞ്ഞതിന്റെ പിന്നാലെ ആകെ നിങ്ങളടുത്തുള്ളൊരു ക്ലിപ്പാണല്ലോ, ആളുകൾ ഓടുന്നതിനപ്പോ ക്ലിപ്പമ്മയാ. അപ്പൊ ക്ലിപ്പ് എന്നും പറഞ്ഞ അതിന്റെ ഒപ്പണ്ട് കൂടിയിട്ട് സംവാദം നടത്തുന്നതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ വഴിയും നിങ്ങൾ ക്ലിപ്പമ്മ കൂടി നോക്കുന്നു തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞതൊക്കെ ക്ഷമിച്ച് മിണ്ടാതെ ഇരുന്നത്. ഞങ്ങൾ മിണ്ടിയിട്ടില്ല എന്നല്ല പറഞ്ഞത്, അതിന്റെ പിന്നാലെ ഞങ്ങൾ വന്നിട്ടില്ല. അതേ സ്ഥാനത്ത് പറയേണ്ടത് ഞങ്ങള് ധൈര്യമായി ആണത്തത്തോടെ നെഞ്ചുകോടെ പറഞ്ഞവിടെ അല്ലെ? അവസാനങ്ങളെ ക്ലിപ്പിന്റെ മോനെയൊക്കെ ഓടിച്ച് വെല്ലുവിളിയോട് കൂടി അതിന്റെ പുറമെ സയ്യിദ് ഉസ്താദ് ഒരു കാര്യം കൂടി പറഞ്ഞു. പക്ഷേ നിർഭാഗ്യവശാൽ അത് പറഞ്ഞ് പൂർത്തീകരിക്കുന്നതിന്റെ മുമ്പ് സയ്യിദ് ഉസ്താദിന്റെ 5 മിനിറ്റ് തികഞ്ഞു. ആ 5 മിനിറ്റ് തികഞ്ഞപ്പോ സംവാദത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ മിനിറ്റ് തികയുന്നത് നോക്കി നിന്ന മധ്യസ്ഥരുണ്ടായിരുന്ന ആവേശത്തെ മുഴുവനും മറികടക്കുന്ന രീതിയിലാണ് സയ്യിദ് ഉസ്താദിന്റെ സംസാരം ഒരു പ്രത്യേക ദിശയിലേക്ക് എത്തിയപ്പോ മറുഭാഗത്തെ മധ്യസ്ഥൻ എന്തൊരു ആവേശത്തോടു കൂടിയാ ബെല്ലടിച്ചത് നിങ്ങൾക്കറിയോ? അതൊന്ന് കാണേണ്ട കാഴ്ച ചെയ്തു. എന്താ കാര്യം? എന്താ കാര്യം? സയ്യിദ് ഉസ്താദ് പറഞ്ഞു തുടങ്ങിയൊരു കാര്യം ഉണ്ടോ? ഞാനവിടെ പൂർത്തിയാക്കണം. സയ്യിദ് ഉസ്താദ് പറഞ്ഞു തുടങ്ങിയൊരു കാര്യം അവിടെ ബെല്ലടിച്ചോണ്ട് നിർത്തേണ്ടതെന്നാണ്. ഇവിടെ ബെല്ലടിക്കൂലല്ലോ, ഇവിടെ അത് പൂർത്തിയാക്കണം. എന്താ സയ്യിദ് ഉസ്താദ് പറഞ്ഞു തുടങ്ങിയ നിങ്ങള്? അത് പറയാ. മറുഭാഗത്തിന് മധ്യസ്ഥനായി വന്ന ആളുണ്ടല്ലോ, അതെ, ഇവര് പറയണ്ട് ഇയാള് ആദ്യം നിങ്ങളെ കൂടെ സംവാദത്തിനൊക്കെ വന്നിന്നല്ലോ. സംവാദത്തിനൊന്നും വന്നില്ല, അവിടെ ഇങ്ങനെ നടുവിലിരിക്കാൻ വന്നിന്. നടുവിലിരിക്കാനേ അതിന് വന്നിന്. ആ നടുവിലിരിക്കാൻ വന്ന ആളുണ്ടല്ലോ, ആ നടുവിലിരിക്കാൻ വന്ന ആളിപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയാണ് നടുവിലിരുന്നത് പറഞ്ഞത്. ആയിക്കോട്ടെ, നടുവിലിരുന്നോട്ടെ. എങ്ങനെ നിങ്ങളെ നടുക്ക് അയാൾ എത്തിയതെന്നറിയോ? അതാണ് സയ്യിദ് ഉസ്താദ് പറഞ്ഞു തുടങ്ങിയത്. ഇയാൾ എങ്ങനെ ഞങ്ങളെ നടുവെന്ന് തെറിച്ച് പറഞ്ഞുതരാ. ഇയാൾ ഇവിടെ ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞൊരു വർത്താനുണ്ട്, നമ്മൾ മറക്കരുതത്. എന്തേന്നു അയാളാ പറഞ്ഞത്? അയാൾ അന്നെന്താ പറഞ്ഞത്? ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സൂക്ഷിച്ച ഷെയർ മുബാറക്കിൽ പൊന്മളക്ക് വിശ്വാസമല്ല, അതുകൊണ്ട് പൊന്മളനെ സംഘടന എന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് അയാൾ ചാനലിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇത് ഓർമ്മയില്ലാത്തവർ ഇവിടെ ഉണ്ടോ? ഇത് ഓർമ്മയില്ലാത്തവർ ഇവിടെ ഉണ്ടോ? ഇയാളെന്താ പറഞ്ഞത്? ശ്രദ്ധിക്കൂ നിങ്ങൾ. അപ്പൊ ഇയാളുടെ വാദത്തിന് എന്തൊക്കെ വന്നു? കാന്തപുരം ഉസ്താദ് സൂക്ഷിച്ചത് തിരുകേശമാണ്, എന്നാ പൊന്മളനെ പുറത്താക്കണം. എന്താ കാര്യം? പൊന്മളക്കയില് വിശ്വാസമല്ല. സുബ്ഹാനല്ലാഹ്, പൊന്മള ഉസ്താദിന്റെ പേരിൽ പച്ച കള്ളം പറഞ്ഞിട്ട് പൊന്മള ഉസ്താദിന് ഷെയർ മുബാറക്കില് വിശ്വാസമല്ല, അതുകൊണ്ട് സംഘടന എന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞു. അപ്പൊ രാമന്തളിയോ ഭയങ്കര വിശ്വാസം മൂപ്പർക്ക് ഷെയർ മുബാറക്കിൽ അല്ലെ? ഇത് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ട ഇയാൾ എങ്ങനെ അപ്പുറത്തെത്തിയത്?
എങ്ങനെ അപ്പുറത്തെത്തിയത്? സീറ്റ് അങ്ങോട്ട് കൊടുത്തപ്പോ അങ്ങോട്ടാണ്ട് കേറിയിരുന്നു അല്ലേ? ആ സീറ്റ് എവിടെ കിട്ടണെന്ന് വെച്ചാ അവിടെ മുഴുവൻ ഇരിക്കും. അതിന് പറ്റൊരാളങ്ങൾക്ക് കിട്ടുകയും ചെയ്തിന്. പക്ഷേ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കിയ നന്ന്, ഇന്ന് നിങ്ങളെ ചേളാരിക്കാരെ 7 ആളെയും ഉപയോഗപ്പെടുത്തിയിട്ട് അയാളൊരു CD അവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കച്ചവടം പൊടിക്കും. മാത്രല്ല സംവാദത്തുമ്മക്ക് എങ്ങനെങ്കിലൊക്കെ എത്തിച്ചിട്ട് ആ സംവാദം നടത്തിയിട്ട് നമുക്ക് വീണ്ടും ഒരു CD ഉണ്ടാക്കാമല്ലോ എന്നായിരുന്നു അദ്ദേഹം കരുതിയിരുന്നത്. അതുകൊണ്ട് CD കച്ചവടം നടക്കട്ടെ. കച്ചവടം നടക്കല്ലേ വേണ്ടു, കച്ചവടം പൊടിക്കട്ടെ. അതിന് പറ്റിയ ആളെപ്പം നിങ്ങളെ കൂടെ കിട്ടിയണല്ലോ, കച്ചവടം നടക്കട്ടെ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട്, എന്താ നിങ്ങള് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഒരു വിഷയത്തിന് ഇറങ്ങി പുറപ്പെട്ടാലേ കാര്യം പഠിച്ചിട്ടാണ് നടക്കണത്. നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? സാലിബാകുല്ലി മുജബാജുസി എന്ന് പറയുമ്പോ ഇങ്ങനെ മേലോട്ടൊക്കെ ഇരുന്നിട്ട് കാര്യമില്ല. കിതാബ് ഓതി പഠിച്ചാൽ മനസ്സിലാവൂ. മനസ്സിലായില്ലേ? കിതാബ് ഓതേണ്ട നേരത്ത് ഉസ്താദുമാര് കിതാബ് നിർത്തിച്ചിട്ട് കാന്തപുര ഉസ്താദിന്റെ ഗീബത്ത് പറയാ അല്ലെ? കുട്ടികളത് കേൾക്കുക, എന്നിട്ട് അവിടെ കാന്തപുരാതെങ്കിലും അവുക്കുക. ഇതല്ലേ നിങ്ങളെ പഠിക്കണ കാലത്തുള്ള പണി. പിന്നെ നിങ്ങൾക്ക് എന്ത് സാലിബാകുല്യാടോ, പിന്നെ നിങ്ങൾക്ക് എന്ത് മൂജബാജുസിയാടോ, നിങ്ങൾക്ക് എന്ത് നഖീലാടോ, നിങ്ങൾക്ക് എന്ത് മുആരിലാടോ? എവിടുന്ന അത് തിരിയാ? മനസ്സിലായോ? അതുകൊണ്ട് ചോദിക്കണം. അപ്പൊ നിങ്ങള് ഇത് എവിടുന്ന സാലിബാകുല്യ പിന്നെയും ചോദിക്കണം. എന്താ നിങ്ങൾക്ക് മനസ്സിലാവൂല? എന്താ മനസ്സിലാകാത്തത്? ഞങ്ങൾക്കത് മനസ്സിലാകണതേ ഞങ്ങൾ പൊരുത്തുള്ള ഉസ്താദുമാരിൽ നിന്ന് ഓതി പഠിച്ചതുകൊണ്ടാ. മനസ്സിലായോ? അങ്ങനെ ഓതി പഠിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും. അങ്ങനെ ഓതി പഠിച്ചാൽ നിങ്ങൾക്കും മനസ്സിലാവും. നിങ്ങളതല്ലേ ഇത്. നിങ്ങളെന്താ ചെയ്തത്? ഞങ്ങൾ ഓതി പഠിക്കണ നേരത്തെ നിങ്ങൾ കൂക്കാൻ പോയി അല്ലേ? മൂക്കാൻ പോയി. എവിടുക്കാ കൂക്കാൻ പോയത്? കാന്തപുര ഉസ്താദ് എവിടെ വരും അവിടെ കൂക്കാൻ പോവുക. അതിൽ നിങ്ങളെ പണി. മാത്രല്ല പിന്നെ നിങ്ങളെ പണി എന്താ? കാന്തപുര ഉസ്താദിന്റെ കാറിന്റെ നിറം, അതിന്റെ രജിസ്ട്രേഷൻ നമ്പറിലുള്ള പ്രശ്നങ്ങള്, അതിന്റെ വലിപ്പം, അതിന്റെ ടയറിന്റെ വീതി, ഇത് അളക്കാൻ പോവുക. എന്നിട്ട് അത് പറയാ. എങ്ങനെ നിങ്ങൾക്ക് കിതാബിരിയ? എങ്ങനെ നിങ്ങൾക്ക് കിതാബിരിയ? എങ്ങനെ നിങ്ങൾക്ക് വിഷയം മനസ്സിലാക്കുക? അവിടെ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചോ. എന്താ നിങ്ങള് ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി വെച്ചോ. കാന്തപുര ഉസ്താദ് കാരന്തൂർ മർക്കസിൽ സൂക്ഷിച്ചിട്ടുള്ള ഷെയർ മുബാറക് എന്ന് ഞങ്ങൾ പറയുന്ന ആ ഷെയർ അത് നബിതങ്ങളുടേതല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ സമർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞ നിങ്ങള് എന്തേ നിങ്ങൾ പോയത്? നിങ്ങളതൊന്ന് സമർത്ഥിക്കണത് കേൾക്കണല്ലോ. അതിനൊരു ദിവസം തീരുമാനിക്കണല്ലോ വെച്ചാൽ ഞങ്ങൾ വന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് നിങ്ങളെ കൊണ്ട് അത് കയ്യൂല മക്കളെ, നിങ്ങൾ പെട്ടുപോയതാണ്. കാരണം അങ്ങനെ സമർത്ഥിക്കണമെങ്കിൽ മുഴുവൻ സാധ്യതകളെയും ബാത്തിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയാൻ ശരീഅത്തുൽ ഇസ്ലാമിൽ ഒരു നിയമമുണ്ട്. ആ നിയമം മുസ്ലിം ഉമ്മത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമത്തിനെതിരെ ഇബ്നു തൈമിയ എന്ന് പറയുന്ന ബിദ്അത്തുകാരൻ പുതിയൊരു നിയമം കൊണ്ടുവന്നിരുന്നു. ആ നിയമത്തെ ബിദ്അത്തുകാർ ഏറ്റെടുത്തു. ഇപ്പോൾ നിങ്ങളും സമസ്തയുടെ പേരിൽ ആ നിയമം ഏറ്റുപറയാൻ തുടങ്ങിയത് മഹാത്ഭുതമാണെന്ന് അതെല്ലാം സമർത്ഥിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ സംവാദത്തിനൊരുങ്ങിയത്. പക്ഷെ ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയല്ലോ. എന്താ കാര്യം? എന്താ നിങ്ങൾ നഷ്ടപ്പെടുത്തിയത്? നിങ്ങൾ എഴുതിയ ആ വാദം തന്നെ അത് മഹാ അപകടമാണെന്ന തിരിച്ചറിയലിൽ നിന്ന് നിങ്ങൾക്ക് മുങ്ങുകയല്ലാതെ പിന്നെ രക്ഷയൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ചിന്തിച്ചോ, നിങ്ങൾ മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാകാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങൾ ഇന്ന് വ്യംഗ്യമായി സമ്മതിക്കേണ്ടി വന്നല്ലോ അല്ലെ? അത് നിങ്ങൾ സമ്മതിച്ചിരിക്കേണ്ടി വന്നല്ലോ. അവിടെ ഞങ്ങൾ പറയട്ടെ ആ സാധ്യത നിലനിൽക്കുമ്പോൾ നിങ്ങൾ അതിനെ തള്ളിപ്പറഞ്ഞും ഇകഴ്ത്തിയും പരിഹസിച്ചും നരകം വാങ്ങാൻ നിൽക്കരുത്. നിങ്ങളെ ഭാഷയിലാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെ ഭാഷയിൽ തന്നെ സാധ്യത ഉണ്ടല്ലോ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സാധ്യത വെച്ചിട്ടല്ല പറഞ്ഞത്. ഞങ്ങൾക്ക് ശരീഅത്തുൽ ഇസ്ലാമിൽ അത് സ്വീകരിക്കാനൊരു നിയമം പറഞ്ഞിട്ടുണ്ട്. ആ നിയമപ്രകാരം ഞങ്ങൾക്കത് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അത് സാധ്യത മാത്രം പറയാതെ അത് തിരുവാണെന്ന് പറഞ്ഞത്, അത് ആദരണീയമാണെന്ന് പറഞ്ഞത്, അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിക ശരീഅത്ത് ആ വിഷയത്തിൽ പറയുന്ന നിയമം പരിശോധിച്ചിട്ട് തന്നെയാണ്. മനസ്സിലായോ? അതേ സ്ഥാനത്ത് ഇന്നത്തെ ചർച്ച കൊണ്ട് നിങ്ങൾക്ക് എന്ത് വന്നു? അങ്ങനെ ഒരു സാധ്യത ഉണ്ടല്ലോ. ആ സാധ്യത ഉള്ളതിനാണോ നമ്മൾ ഇത്ര കണ്ട് പരിച്ചതിനെയാണോ ഞങ്ങൾ അമ്മുവിന്റെ മുടി എന്ന് പറഞ്ഞത്?
അതിനെയാണോ നിങ്ങൾ വേറെ പല പെണ്ണുങ്ങളുടെയും മുടിയെന്ന് പറഞ്ഞ് കളിയാക്കിയത്? അതിനെയാണോ ചവറ്റുകൊട്ടയിലേക്ക് എറിയണമെന്ന് പറഞ്ഞത്? ഈ ഒരു അപകടകരമായ വസ്തുത നിങ്ങളെ മനസ്സിലേക്ക് എന്ന് തട്ടിയോ അന്ന് പിന്നെ നിങ്ങൾ സംവാദത്തിനുണ്ടാവൂല. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ പറയാം, സംവാദമില്ലാത്ത ലോകത്തേക്കൊരു പോക്കുണ്ട് ഞമ്മക്കെല്ലാവർക്കും കേട്ടോ. അത് മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ചാർത്തി പറഞ്ഞ ഒന്നിനെ പരിഹസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനെ പ്രതിപക്ഷത്ത് നിർത്താനാണ് നിങ്ങളുടെ തീരുമാനമെങ്കിൽ അതിന്റെ അപകടം സ്നേഹബുദ്ധിയ ഞങ്ങൾ ഇപ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത്, അല്ലാത്ത പക്ഷം ഖേദിക്കേണ്ടി വരും എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ വളരെ മാന്യമായി ചോദിക്കാം. അതിന് അവസരം ഉണ്ടാകും എന്നറിയിക്കുന്നു. ഞാൻ വയ്ക്കും.